ഹായ്, ഉമ്മാൻ്റെ badkhni എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ചില ആളുകൾക്ക് പുളി ഒത്തിരി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാള 4 കഷ്ണങ്ങളാക്കിയിട്ട് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഓടി വന്ന് കാണാനും കഴിയും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളി കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ സ്കിന്നെല്ലാം ഒരു ബ്രൗണിഷ് കളറാവും. തക്കാളിയുടെ സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്ന് വരുന്ന പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലിത് ചിലപ്പോൾ ചോറിലേക്ക് വരെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ, അപ്പോൾ അത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ചട്നിയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ചുട്ടെടുത്തതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യാം. ഇതാവുമ്പോൾ നമുക്കൊന്നും കൂടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണത്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളി സ്കിന്നെല്ലാം അടർന്ന് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തേങ്ങ ചേർക്കരുത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറിൽ തന്നെ ഒരു മാറ്റം വരും. നമുക്ക് അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുളി എടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ, അത് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കാം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള മറ്റു വീഡിയോസുമായിട്ട് പുതിയ പുതിയ റെസിപ്പികളും കൊണ്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.